ഹലോ, ഹെഡ്മീലുള്ള യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബെൻസി. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ദൈവകൃപയാൽ ഞങ്ങളും ഇവിടെ സുഖമായി ഇരിക്കുന്നു. അപ്പോൾ ഈ ദിവസങ്ങളിൽ നമ്മൾ ഈസി ആയിട്ടുള്ള റെസിപ്പികളല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പികൾ തന്നെയാണ് ഷെയർ ചെയ്യുന്നത്. ഉണ്ടാക്കാൻ എളുപ്പമുള്ളതും നമ്മുടെ വീട്ടിൽ ഉള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ചെയ്യുന്നത്. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് എനിക്കറിയത്തില്ല, അത് കാണുമ്പോൾ നിങ്ങൾ ആരൊക്കെ ചിരിക്കുമെന്നോ ആർക്കൊക്കെ എന്തൊക്കെ തോന്നുമെന്നോ എന്ത് തോന്നിയാലും കമൻ്റ് ഇട്ടേരെ കേട്ടോ. ഞാനതെല്ലാം വായിച്ചോളാം. എന്താണ് ഇങ്ങനെ ഇരിക്കുമ്പോൾ പല ഐഡിയകളും മനസ്സിൽ വരുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഐഡിയയിൽ നിന്നും ഉണ്ടായ റെസിപ്പിയാണ് ആദ്യം ഞാൻ ട്രൈ ചെയ്തു. പിന്നെ മിക്കവാറും ദിവസങ്ങളിൽ ഞാനിത് എൻ്റെ സ്പെഷ്യൽ ഫുഡായിട്ട് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് വിചാരിച്ചു നിങ്ങൾക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന്. പ്രത്യേകിച്ച് ഡയറ്റിംഗ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെടും. എന്താണ്, എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള നമ്മുടെ ശരീരത്തിന് ആവശ്യമായ എല്ലാ സംഭവങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷാണ്. വയറ് നന്നായിട്ട് നിറയും. ആരും ടെൻഷൻ അടിക്കേണ്ട, ഇത് കഴിച്ചാൽ വയറ് നിറയുമോ, എന്താണ് ഈ ഉണ്ടാക്കാൻ പോകുന്നതെന്ന്. പിന്നെന്താണ്, അത്യാവശ്യം പച്ചക്കറികളെല്ലാം ഇടാൻ പറ്റും. പറഞ്ഞങ്ങ് പോകുന്നില്ല. അപ്പം നേരെ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. ആരെങ്കിലും ഇത് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എനിക്കറിയില്ല കേട്ടോ. കാരണം ചെയ്യുന്നുവെങ്കിൽ നല്ല കാര്യം. ഞാൻ പറഞ്ഞല്ലോ, ഓരോ വീട്ടമ്മമാരുടെയും തലയിൽ പല ഐഡിയകളാണ്. നമ്മൾക്ക് നമ്മുടെ വീട്ടിൽ പച്ചക്കറി ഉണ്ടെങ്കിൽ അത് വേസ്റ്റ് ആക്കാതെ പല കറികളാണ് നമ്മൾ വീട്ടമ്മമാർ ചെയ്യുന്നത്. അതൊന്നും ഒരു നിഘണ്ടുവിലും ഒരു ഡിക്ഷണറിയിലും ഒരു പാചക ബുക്കുകളിലും ഇല്ലാത്ത റെസിപ്പികളായിരിക്കും നമ്മളൊക്കെ ചെയ്യുന്നത്. ഞാനാണെങ്കിൽ കുറേ ഇങ്ങനെ എൻ്റെതായിട്ടുള്ള രീതികളിൽ മസാല മാറ്റി പരീക്ഷിക്കാറുണ്ട്. യാതൊരു പേരുമില്ലാത്ത കറികൾ ധാരാളം ഞാൻ ചെയ്യാറുണ്ട്. പക്ഷെ നല്ല ടേസ്റ്റുമായിരിക്കും. അതൊക്കെ നമ്മൾ വീട്ടമ്മമാർക്ക് ദൈവം തന്നിട്ടുള്ള ഒരു കഴിവാണ് കേട്ടോ. എന്നെ പോലുള്ള എല്ലാ വീട്ടമ്മമാരും ഇതെല്ലാം ട്രൈ ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു റെസിപ്പി ഞാൻ നിങ്ങൾക്ക് കൂടി ഇന്ന് പരിചയപ്പെടുത്താൻ പോവുകയാണ്. ആരെങ്കിലും ചെയ്യുന്നു എങ്കിൽ ഒന്ന് കമൻ്റ് ഇടാനും മറക്കരുത്. വേറെ റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം തന്നെ പേസ്റ്റ് ആക്കാനുള്ള കുറച്ച് സംഭവങ്ങളുണ്ട്. ഇത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞു തന്നെയാണ്. ഞാനന്ന് ഇഞ്ചി ചിരണ്ടി സാധാ ഒരു പാത്രത്തിലിട്ട് വെച്ചപ്പോൾ ജിബി പറഞ്ഞു തന്നതാണ്. അതൊരു കുപ്പിക്കകത്താക്കി ഒക്കെ വെള്ളം ഒഴിച്ചിടുവെച്ച് നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. ഇടയ്ക്കൊക്കെ വെള്ളം ഒന്ന് മാറ്റി കൊടുത്താൽ മതി. അന്നേരം തന്നെ ഞാനത് അതുപോലെ ചെയ്തു. സംഭവം സൂപ്പറാണ് കേട്ടോ. ഇഞ്ചി നല്ല നമ്മളല്ലാതെ ചിരണ്ടി വെക്കുവാണെങ്കിൽ ആ ഇഞ്ചിയുടെ കളറൊക്കെ ഒന്ന് മാറും. കാരണം ഞാനിത് ചിരണ്ടി സാധാരണ പോലെ ഒരു ബോട്ടിലിൽ ഇട്ട് വെച്ചിരിക്കുകയായിരുന്നല്ലോ. അപ്പോൾ വെള്ളത്തിൽ ഇടാനായിട്ട് എടുത്തപ്പോൾ ചെറുതായിട്ടൊന്ന് കളർ മാറി വരുന്നുണ്ടായിരുന്നു. ഇപ്പൊ നോക്കി എന്ത് നല്ല ഫ്രഷ് ആയിട്ടിരിക്കുകയാണെന്ന്. അപ്പൊ നിങ്ങളും ഇഞ്ചി ചിരണ്ടി ഫ്രിഡ്ജിൽ വെക്കുന്നുവെങ്കിൽ ഇതുപോലെ ഒരു കുപ്പിക്കകത്താക്കി നേകൊക്കെ വെള്ളം ഒഴിച്ചിടും. ഇടയ്ക്കൊക്കെ മാറ്റിയാൽ മതി. നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. അപ്പോൾ നമുക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും 2-3 പച്ചമുളക് എരി അനുസരിച്ചെടുക്കാം. അതൊന്ന് പേസ്റ്റ് ആക്കി എടുക്കണം. ഇഞ്ചി വെള്ളത്തിലിട്ട് ഞാൻ ഫ്രിഡ്ജിലാണേ വെച്ചിരിക്കുന്നത്. ഞാനിതിവിടെ ചെറിയ 3 പീസ് ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അയ്യോ, വെജിറ്റേറിയൻകാർ ദയവ് ഇത് ഓടിപ്പോവരുത്. ഇതിനകത്ത് ചിക്കൻ ഇടണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ചിക്കൻ ഇഷ്ടമുള്ളവർക്ക് ഇടാം, അല്ലാത്തവർക്ക് അവോയ്ഡ് ചെയ്യാം. ഒരു പ്രശ്നവുമില്ല. ഞാനിവിടെ വെറും ചെറിയ 3 പീസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇത് ചെറിയ പീസുകളാകണം. പച്ചക്കറികളായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് ക്യാരറ്റ്, ബീൻസ്, കോളിഫ്ലവർ, ക്യാപ്സിക്കം, കുറച്ച് കറിവേപ്പില, മല്ലിയിലയൊക്കെ ഉണ്ടെങ്കിൽ അതെടുക്കാം, പുതിനയില വേണമെങ്കിൽ അതെടുക്കാം, സവോള, കൂടാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എന്ത് വേണമെങ്കിലും ഏതളവിലും എടുക്കാം. പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ പേസ്റ്റ് ആക്കിയത്. അപ്പോൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ബാക്കി ചെയ്യുന്ന സമയത്ത് പറയാമേ. ഇവിടെ ഞാൻ കുറച്ച് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മൈദ വേണ്ടവർക്ക് മൈദ എടുക്കാം. പക്ഷെ ഞാൻ ഗോതമ്പ് പൊടി എടുത്തേക്കുന്നത്. അതാണ് നമുക്ക് ഹെൽത്തിന് കുറച്ചുകൂടി നല്ലത്, അതാണല്ലോ. അപ്പോൾ ദോശ ഉണ്ടാക്കാൻ എത്രയും ഗോതമ്പ് പൊടി എടുക്കുന്നോ അത്രയൊന്നും വേണ്ട. ഞാൻ ഇതിൻ്റെ അളവും പറയുന്നില്ല. നിങ്ങളുടെ ആവശ്യത്തിന് എത്രയെന്ന് വെച്ചാൽ എടുക്കാമേ. ഇതിൽ കുറച്ച് ഉപ്പ് കൂടി ചേർക്കാം. ഉപ്പ് ഒത്തിരി വേണ്ട. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസിൽ നമ്മൾ ഉപ്പ് ചേർക്കുമല്ലോ. അപ്പോൾ എന്താ പ്രത്യേകിച്ച് ഒന്നുമില്ല. നമ്മൾ ഗോതമ്പ് ദോശയ്ക്ക് എങ്ങനെയാണ് കലക്കുന്നത് അത്രയും വെള്ളം വേണ്ട. ഇത്തിരി വെള്ളം കുറച്ചിട്ട് എങ്ങനെയാണോ അതുപോലെ ചെയ്തെടുക്കാം. ഞാൻ സാധാ പച്ചവെള്ളമാണ് ഒഴിക്കുന്നത്. ഈ കൺസിസ്റ്റൻസിയിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഇത്തിരി കൂടി കട്ടി കൂടിയാലും കുഴപ്പമില്ലേ. ഇനി നമുക്ക് പാത്രം വെച്ച ശേഷം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒലിവ് ഓയിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ എന്ത് വേണേലും എടുക്കാമേ. പിന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് സവോള. വെജിറ്റബിൾസിന് ഒന്ന് കണക്ക് ഞാൻ പറയുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എടുത്തു. ഇത്രയും തന്നെ വേണം അങ്ങനെയൊന്നുമില്ല. വലിയ ഓതൻറ്റിക് റെസിപ്പിയൊന്നും ഇല്ലല്ലോ. ആ ഇൻഗ്രീഡിയൻസ് പാടില്ല, ഈ ഇൻഗ്രീഡിയൻസ് പാടില്ല, അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല. അപ്പോൾ അതൊക്കെ ഒത്തിരി വയந்து പോകണ്ട. ഇനി അതിലേക്ക് ഞാൻ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്,
ഞാൻ യഥാർത്ഥത്തിൽ യൂട്യൂബ് തുടങ്ങിയതിൽ പിന്നാണ് ഇതിൻ്റെ ഈ അളവുകളൊക്കെ പറഞ്ഞ് ശീലിച്ചത്. അതിനു മുമ്പ് നമ്മുടെ കൈ പറയും, മുളക് പൊടി ഇടുമ്പോൾ ആ മതി, മല്ലിപ്പൊടി ഇടുമ്പോൾ ആ മതി. ഒരു കൈക്കണക്കായിരുന്നു എല്ലാം. കൈക്കണക്ക് ശീലിച്ചിട്ട് പിന്നീട് ഈ അളവ് പറയാൻ തുടങ്ങിയപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. കറക്റ്റ് അങ്ങോട്ട് വരില്ല. അപ്പം എന്നെപ്പോലെ ആരൊക്കെ ഉണ്ടെന്ന് അറിയത്തില്ല, ഉണ്ടെങ്കിൽ കമൻ്റ് ഇടണേ. അപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ജസ്റ്റ് ഒരു പച്ചമണം ഒന്ന് മാറി. ഇനി നമുക്ക് ബാക്കിയുള്ള വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. കോളിഫ്ലവർ, ക്യാരറ്റ്, ബീൻസ്. ഒരിത്തിരി ഉപ്പിട്ട് കൊടുക്കാം. ഓൾറെഡി നമ്മൾ ഗോതമ്പിൻ്റെ ഇതിനകത്തും ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് നമുക്ക് ഇച്ചിരി സോസൊക്കെ ഒഴിക്കണം. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഒഴിച്ചാൽ മതി. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അതൊക്കെ കണക്കാക്കി ഉപ്പ് ചേർക്കാതെ. അപ്പോൾ ഈ കൂട്ടത്തിൽ നമുക്ക് ചിക്കൻ കൂടി ഇട്ട് കൊടുക്കാം. വെജിറ്റേറിയൻ കാര്യം ഇതങ്ങ് സ്കിപ്പ് ചെയ്തേരെ. അപ്പോൾ അതാ ചിക്കനൊക്കെ കളർ മാറി വരുന്നുണ്ട്. ഇപ്പം ചിക്കനും ഈ ഫ്ലവറും കൂടെ കിടക്കുന്നതുകൊണ്ടേ ചിക്കൻ ഏത് ഫ്ലവർ ഏതെന്ന് മനസ്സിലാവുന്നില്ല. ദേ ഇതാണ് ചിക്കൻ. ചിക്കൻ്റെ കളർ മാറി വെള്ള കളറായി. മല്ലിയില, ഉള്ളിത്തണ്ട് ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. അതുപോലെ തന്നെ എന്താണ്, പാലക്കുണ്ടെങ്കിൽ അതിടാം, ചീരയുണ്ടെങ്കിൽ അതിടാം, ഇല ഐറ്റംസേ ഒക്കെ ഇതിനകത്ത് ഇടാം. നമുക്ക് എങ്ങനെയൊക്കെ ഇതിനെ ഹെൽത്തി ആക്കാമോ അങ്ങനെയൊക്കെ ആക്കാം. അപ്പോൾ ഇത്തിരി ഒന്ന് വേവട്ടെ. ചിക്കനൊക്കെ ഒന്ന് വേവണമല്ലോ. ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ. ചിക്കൻ ബോൺലെസ് ആണല്ലോ, അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് വേവും. ചെറുതായിട്ടല്ലേ നമ്മൾ മുറിച്ചിട്ടേക്കുന്നത്. ഇതാ വെന്തു കഴിഞ്ഞു. ഇനി ബാക്കിയും വേവാനുണ്ട്. ബാക്കി പ്രോസസ്സിങ് കൂടെ ആകുമ്പോൾ വെന്തോളും. ഇനി ചേർക്കുന്നത് സോയാ സോസ്. ഒരു 1-2 ടേബിൾ സ്പൂൺ ചേർക്കാം. ടൊമാറ്റോ സോസ് ഒരു 1 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, നല്ല ജീരകം വറുത്ത് പൊടിച്ചത്. എരി കുറവാണ്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. അപ്പം എരി നോക്കിയിട്ട് അതനുസരിച്ച് കുരുമുളക് പൊടി ചേർക്കാം. അപ്പം ഞാൻ ഇതിലേക്ക് ഒരു ഇത്തിരി പാസ്ത സോസ് ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. പാസ്ത സോസോ ഷേസ്വാൻ സോസോ എന്തെങ്കിലും. ഇത് പാസ്ത ആൻഡ് പിസ്സ സോസാണേ. അപ്പം ഇത് ചേർക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഇതൊക്കെ ചേർത്താൽ ഒരിത്തിരി എന്താണ് ചൈനീസിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടും. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർക്കണം. അപ്പോൾ തീ കൂട്ടിയിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. അപ്പോൾ എന്താണ്, ഒരു സൂപ്പ് പോലെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വെള്ളം ചേർക്കാം. അതല്ല ഇത്തിരി ഡ്രൈ ആയിട്ട് മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം. ഞാനിപ്പോൾ സൂപ്പ് പരുവത്തിനാണ് എടുക്കുന്നത്. ഉപ്പ് ഇത്തിരി കൂടി വേണം. പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മുടെ ഗോതമ്പിൻ്റെ അതിനകത്തും ഉപ്പ് ചേർത്തിട്ടുണ്ട് നമ്മൾ. എരി കുറവാണ്, ഞാൻ ഇത്തിരി കൂടി കുരുമുളക് പൊടി ചേർക്കുവാണേ. അപ്പോൾ എന്താണ്, എരി അനുസരിച്ച് പച്ചമുളക് വേണമെങ്കിൽ അരയ്ക്കുമ്പോൾ കൂട്ടാം. മുളക് പൊടി ഇടണ്ട കേട്ടോ, അത് ടേസ്റ്റ് കിട്ടില്ല. നന്നായിട്ടത് തിളക്കട്ടെ. അപ്പോൾ എന്താ, തീർച്ചയായിട്ടും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, എൻ്റെ പൊന്നു ബെൻസി എന്താണ് ഈ ഉണ്ടാക്കുന്നത്? അതായത് കവർ ഫോട്ടോ ഞാൻ ഇതിൻ്റെ കറക്റ്റ് ഡിഷിൻ്റെ കവർ ഫോട്ടോ ഇട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും ഇതെന്താണ് ഈ ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ഞാനും ചിന്തിക്കുക, നിങ്ങൾക്കൊരു സസ്പെൻസിന് വേണ്ടി കവർ ഫോട്ടോ കറക്റ്റ് ഡിഷിൻ്റെ കൊടുക്കണോ വേണ്ടേ എന്നുള്ള ചിന്തയിലാണ്. അപ്പോൾ ചിക്കൻ വേണ്ടാത്തവർ പകരം ഇതിനകത്ത് മുട്ട പൊട്ടിച്ചൊഴിക്കാം കേട്ടോ. അതായത് നമ്മൾ മുട്ട പൊട്ടിച്ചൊഴിച്ച് മുട്ടക്കറി ഉണ്ടാക്കത്തില്ലേ, അതുപോലെ മുട്ട ബീറ്റ് ചെയ്തിട്ട് ഈ തിളച്ച വെള്ളത്തിനകത്തോട്ട് ഇടുമ്പോഴത്തേക്ക് അതങ്ങ് പിരിവിരാന്നാവും ആ മുട്ട. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ല സ്ക്രാമ്പിൾ ചെയ്തിടണമെങ്കിൽ അങ്ങനെ ഇടാം. പനീർ ഇടണമെന്നുണ്ടെങ്കിൽ ഇത്തിരി പനീർ ഫ്രൈ ചെയ്തിട്ട് അങ്ങനെ ഇടാം. അല്ലാതെ ഫ്രൈ ചെയ്യാതെ ലാസ്റ്റിൽ ചേർക്കണമെങ്കിൽ അങ്ങനെ ചേർക്കാം. ഇപ്പം മിക്കവാറും ചോദ്യം വരും, ബെൻസി ഇതൊക്കെയാണോ ഇപ്പോഴത്തെ ആഹാരമെന്ന്? അല്ലാന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. എന്തൊക്കെയോ നിങ്ങളുടെ പറയണമെന്നുണ്ടായിരുന്നു പല കമൻറ്റുകളും. സത്യം പറഞ്ഞാൽ ഞാൻ എഴുതി വെച്ചിരുന്നെങ്കിൽ അതിൻ്റെയൊക്കെ മറുപടി പറയുന്നു. വായിച്ചപ്പോൾ ഓർത്തായിരുന്നു അടുത്ത വ്ളോഗിൽ അതൊക്കെ പറയണമെന്നും. എന്ത് ചെയ്യാനാ, മറന്നുപോയി. അപ്പോൾ ദാ നമ്മുടെ വെള്ളം തിളച്ചു. നല്ല ചൈനീസ് ഡിഷിൻ്റെ മണം വരുന്നുണ്ട്. ഒരു ഉള്ളിത്തണ്ട് ഉണ്ടായിരുന്നെങ്കിൽ പൊളിച്ചേനെ. അപ്പോൾ ഇങ്ങനെ നല്ലതുപോലെ ഹൈ ഫ്ലെയിമിൽ തന്നെ കിടന്നോട്ടെ, തിളച്ചോട്ടെ. ഇനിയാണ് നമ്മുടെ ഇൻട്രസ്റ്റിംഗ് പാർട്ട്. നമ്മളെല്ലാവരും വീട്ടിൽ ഗോതമ്പ് പൊടി കൊണ്ട് ന്യൂഡിൽസ് ഉണ്ടാക്കാറില്ലേ? അത് നമ്മൾ ആവിയിലല്ലേ വേവിച്ചെടുക്കുന്നേ. അപ്പോൾ ഇനിയിപ്പോൾ കണ്ടോണം. ചിരിക്കരുത്. അയ്യോ എന്നെ കൊണ്ട് ഞാൻ തന്നെ തോറ്റ്. തീ കൂട്ടി തന്നെ ഇട്ടേരെ. ഇനി ഇങ്ങനെ അല്ലാതെ വേണമെങ്കിൽ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നത് പോലെ കുഴച്ചിട്ടേ അതിനെ ചുരുട്ടിയില്ല നൂല് പോലെ ആക്കുമല്ലോ.
എന്നിട്ട് ഇങ്ങനെ നൂല് പോലാക്കിയത് കട്ട് ചെയ്ത് വേണമെങ്കിൽ ഇട്ട് അങ്ങനെയും ചെയ്യാം. കുഞ്ഞു കുഞ്ഞു ഉരുളകളാക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. പക്ഷേ എനിക്ക് ഉരുളകളാക്കി നമ്മൾ പണ്ട് ചെയ്തിട്ടുണ്ട്. അതിനേക്കാൾ കുറച്ചുകൂടി എനിക്ക് സൂപ്പ് പോലെ ഇതാണ് ഇഷ്ടപ്പെട്ടത്. കുഞ്ഞു ഉരുളകളാക്കി നമ്മൾ ഉപ്പുമാവ് പോലെ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട് ബോംബെ വെച്ച്. ഇത് മാവ് ഇത്തിരി ലൂസായിട്ടാണ് കേട്ടോ. ഞാൻ ഇതിന് മുമ്പ് ഉണ്ടാക്കിയപ്പോൾ ഒരു ഇത്തിരി കട്ടിക്കായിരുന്നു മാവ്. അന്നേരം കുറച്ചുകൂടി നൂഡിൽസ് പോലെ നീളത്തിൽ വീഴും. നിങ്ങൾക്ക് എത്രയും വേണോ അത്രയും ചെയ്യാം. ബാക്കി മാവ് ഉണ്ടെങ്കിൽ വെച്ചേക്കാം. ഇതുപോലെ പിന്നെ വേണമെങ്കിൽ ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ ഗോതമ്പ് ദോശ പിന്നെ ഉണ്ടാക്കാം. ഫ്രിഡ്ജിൽ വെച്ചിരിക്കാം. അല്ലെ കൈ വെച്ച് ഇങ്ങനെ ഒന്ന് തട്ടി കൊടുത്താലും മതി. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണേ, നമ്മൾ ഇട്ടത് കട്ടി കൂടാതെ. ഇപ്പോൾ ദാ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഡിഷ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. നിങ്ങൾക്ക് ഗോതമ്പ് ഇത്രയും വേണ്ട എന്നുണ്ടെങ്കിൽ, അതായത് ഇത്രയും കൂടുതൽ വേണ്ട എന്നുണ്ടെങ്കിൽ കുറച്ചിട്ടാൽ മതി കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി ലൂസായിട്ട് കിട്ടും. ഇതിപ്പം നമ്മൾ ഇതെല്ലാം ഒഴിച്ചു കഴിഞ്ഞിട്ട് ഒരു 4-5 മിനിറ്റ് അത്രയും മതി. നന്നായിട്ട് വെന്ത് കഴിഞ്ഞു. കുഞ്ഞു കുഞ്ഞായിട്ടല്ലേ വീണേ. കണ്ടോ, ആരേലും പറയൂ ഇതിനകത്ത് ഗോതമ്പായിട്ടിട്ടുള്ളതെന്ന്. നല്ലൊരു സൂപ്പ് പോലെ നമുക്ക് കുടിക്കാം. ഓഫ് ചെയ്യുവാണേ. അപ്പോൾ അതാ ഞാൻ നോക്കിയിട്ട് പറയേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ മിക്കവാറും ഉണ്ടാക്കുന്നതാണ്. എനിക്കിതിൻ്റെ ടേസ്റ്റ് അറിയാം. എന്ത് പേരിടണമെന്ന് എനിക്കറിയില്ല. ഗോതമ്പ് കഞ്ഞിന്നോ ഗോതമ്പ് പൊടി കഞ്ഞിയോ അല്ലെങ്കിൽ ഗോതമ്പ് പൊടി സൂപ്പോ ഗോതമ്പ് സൂപ്പോ വട്ടവർ. ഞാൻ പറഞ്ഞല്ലോ, ഇത്രയും നിങ്ങൾക്ക് ഗോതമ്പൊടി വേണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കുറച്ചെടുത്താൽ മതി. അപ്പോൾ ഇത്രയും കൊഴുത്തിരിക്കത്തില്ല, നല്ല ഇത്തിരി വെള്ളം പോലെ ഇരിക്കും. ഇതിപ്പോൾ നമ്മൾ കോൺ സ്റ്റാർച്ച് ചേർത്ത് കൊഴുപ്പിക്കുന്നത് എങ്ങനെയാണ്, ആ ഒരു കൊഴുപ്പുണ്ട്. ഇതിനകത്ത് ഇതാ സംഭവം ആർക്കും അറിയില്ല, നമ്മൾ പറയാതെ ആർക്കും അറിയില്ല. അതുപോലെ തന്നെ സോസുകളും നിങ്ങൾക്ക് ഇഷ്ടമുള്ള സോസ് ഇഷ്ടമുള്ള രീതിയിൽ എടുക്കാം. അപ്പോൾ എന്താണ്, റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പ്രത്യേകിച്ച് ചോറ് കുറച്ചിട്ട് ഇങ്ങനെയുള്ള ആഹാരങ്ങൾ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരെന്നും ഗോതമ്പ് ഒരേ രീതിയിൽ ദോശയോ ചപ്പാത്തിയോ ഒക്കെ കഴിച്ച് മടുത്തവരുണ്ടെങ്കിൽ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല എരിയും പുളിയും ഒക്കെ ആയിട്ട് നല്ലൊരു ടേസ്റ്റാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ഇടാൻ മറക്കല്ലേ. എന്തുണ്ടെങ്കിലും അഭിപ്രായം അറിയിക്കാനും മറക്കരുത്. വീണ്ടും പുതിയ വീഡിയോയുമായി വരാം. ടിൽ ദെൻ ബൈ. ഗോഡ് ബ്ലെസ് യു. ടാറ്റ.